അപ്പം ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ബ്ലോഗ് പറയുന്നത് നമ്മളെ കോഴിനെയും 3 കുട്ടികളെയും കാണിച്ചു തരാണ്. നമ്മൾ അടിയിരിക്കാൻ കുറേ വെച്ചെടുത്തിരുന്നു, 7 എണ്ണം വെച്ചെടുത്തിരുന്നു. അതിൽ 3 എണ്ണമാണ് വീട്ടിൽ നിൽക്കുന്നത്. നമ്മൾ കാണിച്ചു തരാം. അവർക്ക് നമ്മൾ കുറച്ച് മണ്ണീരനെ പിടിച്ചു കൊടുക്കാം. ഇത് ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ കോവക്കൻ്റെ ഒക്കെ വള്ളിയാണ്. നമ്മളൊന്ന് കളത്തിൽ നടക്കൂല എന്നാ തോന്നുന്നത്. കളച്ചാകട്ടെ, കാണാനില്ലല്ലോ. മണ്ണിര ഞങ്ങളുടെ നാട്ടിലിരുന്ന് പുയരാന്ന് വിളിക്കല്. നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇനിയും കളക്കണം, അതാണ് പ്രശ്നം. കുറച്ചും കൂടി കളച്ച് നോക്കട്ടെ. കാണാല ഗൈസ്, കാണാല. നമുക്കിത് അത്രയും പുയരാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ചൂണ്ടിടാനൊന്നും പോകില്ല കേട്ടോ. നമ്മളൊന്നും കോഴികൾക്ക് തിരിച്ചു കൊടുക്കാൻ പോകുകയാണ്. ഇതിലെ ഏറ്റവും വലിയ ആശാന എന്ന് പറയുന്നത് ഇതാണ്. നല്ല തടിയാണ് ആശാനക്ക്. ഇതൊക്കെ കുരുവിടെ നേരട്ടോ. നമ്മൾ മണ്ണിലാണ് പുയര. ഇതിലിപ്പോൾ ഒരു നീളം തോട്ടുണ്ടായിരുന്നു. എവിടെ പറ്റി ഇതാക്കുവാണ്. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ കോഴിക്കുട്ടി ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതോ കോഴിക്കുട്ടി എത്ര കോഴിക്കുട്ടികളുണ്ടെന്നും കമൻറ്റ് ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും മറക്കരുതേ. നമുക്ക് അടുത്തതായിട്ട് ചത്തോയിൽ കളക്കാൻ പോകണം. നിങ്ങളിപ്പോൾ ഇതാ നമ്മളെ കിണറൊക്കെ ഒന്ന് കാണിച്ചു തരാം. കിണർക്ക് പോണ വഴിയാണിത്. ഓഫ് റോഡ്. വേണ്ട അവിടെ കാക്കച്ചിയാള് കുട്ടീനെ കൊത്തിക്കേണ്ട സാധ്യതയുണ്ട്. നമുക്ക് കോഴിക്കുട്ടികളെ കൂട്ടിലിട്ടിട്ട് നോക്കാം. കുറച്ചും കൂടെ കളച്ചു വെക്കലേ നമുക്ക്. ഇവിടെ നമ്മൾ ആകെ ഒരു സ്ഥലത്ത് മാത്രമേ കളച്ചു വെക്കലേ. ഇങ്ങനെ തോന്നുന്നു ഗൈസ്. എന്തത് കിട്ടാത്തു ഇല്ല എന്നാ തോന്നണത്. ഒന്നുണ്ട്. അതെ മണ്ണിര കിട്ടുന്നില്ല. മണ്ണിര പൊട്ടിപ്പോന്നു കോള്. അതിൻ്റെ ബാക്കി അടിയിലുണ്ട്. നമുക്ക് കളച്ചെടുക്കാം. അടി കണ്ട പോട്ടെ. അതിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട്.
ചക്ക. അപ്പോൾ ഇതാണ് നമ്മളെ കാക്കുവിൻ്റെ വണ്ടി. കാക്കു ഇപ്പോൾ 2 ദിവസം മുമ്പ് ഗൾഫിൽ പോയതാണ്. ഇതാണ് ബൈക്ക്, പൾസർ. നല്ല വേഗത ഉണ്ട്. പേടിയാകും ചെറുപ്പത്തിൽ പോകുമ്പോൾ. ഇതാണ് വണ്ടിൻ്റെ നമ്പർ പ്ലേറ്റ്.